ഹായ് ഹലോ നമസ്കാരം. PG3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു മോക്ക് ടെസ്റ്റുമായിട്ടാണ്. LP-UP മാരത്തോൺ എന്ന് പറയുന്ന നമ്മുടെ സീരീസിലെ ഒരു പുതിയ ക്ലാസ്സുമായിട്ട് വന്നതാണ്. മോക്ക് ടെസ്റ്റാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ സീരീസിൽ തന്നെ, നമ്മുടെ മാരത്തോണിൽ തന്നെ എടുത്ത് തീർത്തിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യം. ഞാൻ തന്നെ എടുത്ത ഭാഗമാണ് രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിലുള്ള ഒരു കാര്യമുണ്ട്, ഒരു ടോപ്പിക്കുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്, തെറ്റാൻ സാധ്യതയുള്ള കാര്യമാണ്. നന്നായിട്ട് വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞവർ അവർക്ക് എത്രമാത്രം ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. നിങ്ങൾ കമൻ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു. ആദ്യത്തെ ചോദ്യം വായിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗമേത്? കുഷ്ഠം, ക്ഷയം, ടൈഫോയിഡ്, എലിപ്പനി. കുഷ്ഠരോഗമാണോ, ടൈഫോയിഡ് ആണോ, എലിപ്പനിയാണോ, ക്ഷയരോഗമാണോ വായുവിലൂടെ പകരുന്നത് എന്നാണ് ചോദ്യം. വായുവിലൂടെ പകരുന്നത്. ചോദ്യം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും, സൂക്ഷ്മാണുവിനെ കുറിച്ച് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഒരു രോഗം തന്നിട്ട് അതിന് കാരണക്കാരൻ അല്ലെങ്കിൽ അതിന് കാരണം വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വിരയാണോ, പ്രോട്ടോസോവയാണോ എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഇത് തൊഴിൽജന്യ രോഗമാണോ, അല്ലെങ്കിൽ ഇത് ജീവിതശൈലി രോഗമാണോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അതിന് കാരണമായ സൂക്ഷ്മാണുവിനെ കുറിച്ച് ചോദിക്കാം. അതല്ലെങ്കിൽ അത് പരത്തുന്ന ജീവികളെ കുറിച്ച് ചോദിക്കാം. അത് ഏത് രീതിയിലാണ് പകരുന്നത് എന്ന് ചോദിക്കാം. ഇവിടെ വായുവിലൂടെ പകരുന്ന രോഗം ഏത്? ഈ 4 ഓപ്ഷനിൽ ഏതോ ഒന്ന് വായുവിലൂടെ പകരുന്നതാണ്, ബാക്കി 3 വേറെ രീതിയിലാണ്. അപ്പോൾ കുഷ്ഠരോഗം, ക്ഷയരോഗം, ടൈഫോയിഡ്, എലിപ്പനി വായുവിലൂടെ പകരുന്നത് ഏതാണെന്ന് നോക്കുക, കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തേനുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം വിശേഷണമാണ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വിശേഷണങ്ങൾ ധാരാളം പഠിക്കാനുണ്ട്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ക്ഷയം, വയറുകടി, മലേറിയ, കുഷ്ഠം. ഏത് രോഗമാണ് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത്? രോഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ രോഗങ്ങളുടെ വിശേഷണങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. അപ്പോൾ ഏത് രോഗമാണ് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം ഏത്? പ്ലേഗ്, കോളറ, വില്ലൻ ചുമ ഇവയെല്ലാം. പ്ലേഗ്, കോളറ, വില്ലൻ ചുമ ഇവയെല്ലാം. ഇത് താഴെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗം ഏത് എന്നാണ് ചോദ്യം കേട്ടോ. ഉത്തരം കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. നാലാമത്തെ ചോദ്യം വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? ഓപ്ഷൻ എ മലേറിയ, ഓപ്ഷൻ ബി പ്ലേഗ്, ഓപ്ഷൻ സി ക്ഷയം, ഓപ്ഷൻ ഡി എലിപ്പനി. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? തന്നിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തതേത് എന്നാണ് കേട്ടോ ചോദ്യം. അല്ലാത്തതേത്? താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം തന്നിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത്. ഞാൻ ചോദ്യം കംപ്ലീറ്റ് ആയിട്ടില്ല. തന്നിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത്. ഓപ്ഷൻ എ വസൂരി, ഓപ്ഷൻ ബി ജലദോഷം, ഓപ്ഷൻ സി കൊറോണ, ഓപ്ഷൻ ഡി എലിപ്പനി. ഇതിൽ വൈറസ് രോഗം അല്ലാത്തതേത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. കിട്ടിയിട്ടുണ്ടാകും. ആറാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സർക്കാർ ആശുപത്രികളിൽ എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സാ പരിപാടി ഏതാണ്? ഡോട്ട്, ART, AVAHAN ആവാഹൻ, അതുപോലെ തന്നെ ഇവയെല്ലാം എന്നുള്ളതാണ്. ART ഉണ്ട്, DOT ഉണ്ട്, AVAHAN ആവാഹൻ എന്നുള്ളതുണ്ട്. ഇതിലേതാണ്? ഇതിലെല്ലാം എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സാ പരിപാടിയാണോ എന്നുള്ളതും ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. എന്താണ്? സർക്കാർ ആശുപത്രികളിൽ എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സാ പരിപാടി ഏത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. കിട്ടിയിട്ടുണ്ടാകും. ആറാമത്തെ ചോദ്യമാണ്. ഉത്തരം കമൻറ്റ് ചെയ്യുക. ഏഴാമത്തെ ചോദ്യം പോളിയോ രോഗം ബാധിക്കുന്നത് നോക്കണം. നട്ടെല്ലിനെ, പേശികളെ, നാഡീവ്യവസ്ഥയെ, അസ്ഥികളെ. അപ്പോൾ പോളിയോ രോഗം ബാധിക്കുന്നത് ഏതിനെയാണ്? നട്ടെല്ലിനെയാണോ, പേശികളെയാണോ, നാഡീവ്യവസ്ഥയെയാണോ, അതല്ല അസ്ഥികളെയാണോ പോളിയോ രോഗം ബാധിക്കുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? കമൻറ്റ് ചെയ്യേണ്ടത്. കിട്ടിയല്ലോ ഏഴാമത്തെ ചോദ്യം. എട്ടാമത്തെ ചോദ്യം
താഴെ തന്നിരിക്കുന്നതിൽ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏത് എന്നുള്ളതാണ് ചോദ്യം. ലെപ്റ്റോസ്പൈറ, മൈക്കോബാക്ടീരിയം, യെർസീനിയ പെസ്റ്റിസ്, ന്യൂമോകോക്കസ് എന്നുള്ള 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എലിപ്പനിക്ക് കാരണം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഇങ്ങനെ ചോദ്യം വരാം, നല്ല ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഇതെല്ലാം കേട്ട് പരിചയം ഉണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലെപ്റ്റോസ്പൈറ, മൈക്കോബാക്ടീരിയം, അതുപോലെ തന്നെ യെർസീനിയ പെസ്റ്റിസ്, ന്യൂമോകോക്കസ്, ഇതിലേതാണ് എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ എന്നുള്ളതാണ് ചോദ്യം. 9ാമത്തെ ചോദ്യം, ഹാൻസൺസ് രോഗം ഏതാണ്? ഹാൻസൺസ് രോഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഹാൻസൺസ് രോഗം ഏതാണ്? ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, ഡിഫ്തീരിയ എന്നുള്ളതാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. ക്ഷയരോഗം, കുഷ്ഠരോഗം, ടെറ്റനസ്, ഡിഫ്തീരിയ എന്നുള്ളതാണ് ഓപ്ഷൻ. 10ാമത്തെ ചോദ്യം, ഹിസ്റ്റാമിൻ ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ നിർണയവുമായി ബന്ധപ്പെട്ടതാണ്? ഹിസ്റ്റാമിൻ ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ നിർണയവുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ രോഗങ്ങളും രോഗകാരികളും അതുപോലെ തന്നെ ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള കാര്യം കൂടാതെ രോഗനിർണയ ടെസ്റ്റുകൾ നമുക്ക് പഠിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ ചോദ്യം ഏത് രോഗത്തിൻ്റെ നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഹിസ്റ്റാമിൻ ടെസ്റ്റ്? ക്ഷയമാണോ, കുഷ്ഠമാണോ, ടെറ്റനസിന് വേണ്ടിയാണോ, ഡിഫ്തീരിയ രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയാണോ ഈ ഹിസ്റ്റാമിൻ ടെസ്റ്റ് നടപ്പാക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, കിട്ടിയിട്ടുണ്ടാകും. 11ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, വസൂരി എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ടത് കണ്ടെത്തണം. ഓക്കെ, ഒറ്റപ്പെട്ടത് കണ്ടെത്തണം. ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, വസൂരി, ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, കിട്ടിയിട്ടുണ്ട്. 12ാമത്തെ ചോദ്യം, തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം വിശേഷണമാണ്. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഗോയിറ്റർ, മുണ്ടിനീര്, ഡിഫ്തീരിയ, ടെറ്റനസ്. തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഗോയിറ്റർ, മുണ്ടിനീര്, ഡിഫ്തീരിയ എന്നൊക്കെ കാണുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഏത് എന്നാണ് ചോദ്യം. ഗോയിറ്റർ, മുണ്ടിനീര്, ഡിഫ്തീരിയ, ടെറ്റനസ്. 12ാമത്തെ ചോദ്യമാണ്. കമന്റ് ചെയ്യുക. 13ാമത്തെ ചോദ്യം, ലോക ക്ഷയരോഗ ദിനം എന്നാണ്. ലോക ക്ഷയരോഗ ദിനം എന്നാണ്. മാർച്ച് 21, മാർച്ച് 22, മാർച്ച് 23, മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം അറിയുന്നതാണ്. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം, ഷിക് ടെസ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് രോഗം നിർണയിക്കുന്നതിന് ഉള്ള പരിശോധനയാണ്? ഡിഫ്തീരിയ, കുഷ്ഠം, ടൈഫോയിഡ്, സിഫിലിസ് എന്നിങ്ങനെ 4 രോഗങ്ങൾ തന്നിട്ടുണ്ട്. ഷിക് ടെസ്റ്റ് എന്നുള്ളതാണ് അത്. ഈ ഷിക് ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ നിർണയവുമായി ബന്ധപ്പെട്ട ടെസ്റ്റാണ് എന്നതാണ് ചോദ്യം. കിട്ടിയിട്ടുണ്ടാകും. 15ാമത്തെ ചോദ്യം ലാസ്റ്റ് ചോദ്യമാണ്. ഹീമോഫീലിയ ദിനം എന്ന്. ഹീമോഫീലിയ ദിനം എന്നാണ് ഹീമോഫീലിയ ദിനം? ഏപ്രിൽ 20, ഏപ്രിൽ 18, ഏപ്രിൽ 17, ഏപ്രിൽ 24. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഉത്തരങ്ങൾ പരിശോധിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്രണ്ണം ശരിയായിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. ചെറിയൊരു മോക്ക് ടെസ്റ്റാണ്. ഉത്തരം എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നമുക്ക് ആൻസർ കീ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ വായുവിലൂടെ പകരുന്ന രോഗം കുഷ്ഠം, ക്ഷയം, ടൈഫോയിഡ്, എലിപ്പനി എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ വായുവിലൂടെ പകരുന്നത് ക്ഷയരോഗമാണ് കേട്ടോ. ക്ഷയരോഗമാണ്. വായുവിലൂടെ പകരുന്നത് ക്ഷയരോഗമാണ്. രണ്ടാമത്തെ ചോദ്യം, ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലേറിയയാണ് കേട്ടോ. മലേറിയയാണ് ചതുപ്പ് രോഗം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം ഏത്? പ്ലേഗ് എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണ്. കോളറ ബാക്ടീരിയ രോഗമാണ്. വിബ്രിയോ കോളറ. വില്ലൻ ചുമ ബാക്ടീരിയ രോഗമാണ്. ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. അപ്പോൾ ഉത്തരം ഇവയെല്ലാം എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തേതിൻ്റെ ഉത്തരം ഡി ആണ്. നാലാമത്തെ ചോദ്യം, വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് എന്നാണ് ചോദ്യം. ഉത്തരം നോക്കണേ. എലിപ്പനി. എലിപ്പനിയാണ് വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. വീൽസ് ഡിസീസ് ഓപ്ഷൻ ഡി ആണ്. എലിപ്പനിയാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത് എന്നാണ്. വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്?
വസൂരി വൈറസ് രോഗമാണ്, ജലദോഷം വൈറസ് രോഗമാണ്, കൊറോണ വൈറസ് രോഗമാണ്. പക്ഷേ എലിപ്പനി വൈറസ് അല്ല, അത് ബാക്ടീരിയ രോഗമാണ്. അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്നത് വൈറസ് രോഗം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയല്ല, വൈറസ് രോഗമല്ലാത്തത് എന്ന് തിരുത്തി വായിക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. കിട്ടിയില്ലേ? യെസ്. ആറാമത്തെ ചോദ്യം, സർക്കാർ ആശുപത്രികളിൽ എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സാ പരിപാടിയാണ് ആർട്ട് എന്നുള്ളത് കേട്ടോ. ART കിട്ടി. ART ആണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സാ പരിപാടിയാണ് ART എന്ന് പറയുന്നത്. ആർട്ട് കേട്ടോ. അപ്പൊ അതാണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം, പോളിയോ ബാധിക്കുന്നത് എന്തിനെയാണ്? പോളിയോ ബാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് കേട്ടോ. ബാധിക്കുക നാഡീ വ്യവസ്ഥയാണ് പോളിയോ ബാധിക്കുന്നത്. നാഡീ വ്യവസ്ഥയാണ് പോളിയോ ബാധിക്കുന്നത്. അപ്പോൾ എട്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഫസ്റ്റ് തന്നെ ഉണ്ട്, ലെപ്റ്റോസ്പൈറയാണ് കേട്ടോ. ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണം. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. അപ്പോൾ എലിപ്പനിയാണ്, ലെപ്റ്റോസ്പൈറയാണ്, ബാക്ടീരിയ രോഗമാണ് എന്ന കാര്യം ഓർത്തു വെക്കണം. ഓക്കെയാണ്. യെസ്. ഒൻപതാമത്തെ ചോദ്യം, ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത്, ഹാൻസൺസ് കണ്ടെത്തിയത് കൊണ്ടാണ്, ഈ രോഗാണുവിനെ കണ്ടെത്തിയത് കൊണ്ടാണ് ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത്. അത് കുഷ്ഠരോഗമാണ് കേട്ടോ. അതേതാണ്? കുഷ്ഠരോഗമാണ്. ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ്. പത്താമത്തെ ചോദ്യം, ഹിസ്റ്റാമിൻ ടെസ്റ്റ്. ഹിസ്റ്റാമിൻ എന്ന് പറയുന്ന രോഗനിർണയ ടെസ്റ്റ്, ഹിസ്റ്റാമിനും ലെപ്രാമിനൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ബി, കുഷ്ഠരോഗം നിർണയ ടെസ്റ്റ് ആണ് ഹിസ്റ്റാമിൻ ടെസ്റ്റ്. കിട്ടിയോ? ഹിസ്റ്റാമിൻ ടെസ്റ്റ്. 11ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ഷയമുണ്ട്, കുഷ്ഠമുണ്ട്, ടെറ്റനസ് ഉണ്ട്. ക്ഷയരോഗം, കുഷ്ഠരോഗം, ടെറ്റനസ്, ഇതെല്ലാം എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ആര് മാത്രമാണ്? വസൂരിയാണ്. കാരണം അത് വൈറസ് രോഗമാണ്. അതാണ് ഇവിടുത്തെ ഒറ്റപ്പെടാനുള്ള കാരണം. ഇനി 12ാമത്തെ ചോദ്യം, തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം. ഇവിടെ മുണ്ടിനീരും ഗോയിറ്ററും ഒക്കെ കാണുമ്പോൾ നമുക്ക് തൊണ്ടയായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് തോന്നും. അപ്പോൾ തൊണ്ടമുള്ള എന്ന് വിശേഷമുള്ളത് ഡിഫ്തീരിയയാണ് കേട്ടോ. ഡിഫ്തീരിയയാണ് തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത്. ഡിഫ്തീരിയയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. കിട്ടിയിട്ടുണ്ടാവും. ഒക്കെയാണ്. 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലോക ക്ഷയരോഗ ദിനം. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24 മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. കിട്ടിയിട്ടുണ്ട്. 14ാമത്തെ ചോദ്യം, ഷിക് ടെസ്റ്റ് കേട്ടോ. ഷിക് ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കും. ഷിക് ടെസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചാൽ ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ടതാണ്. ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? ഷിക് ടെസ്റ്റ്. ഷിക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ്? ഡിഫ്തീരിയ. ഓക്കെ ആണല്ലോ? യെസ്. 15ാമത്തെ ചോദ്യം, അവസാന ചോദ്യം, ഹീമോഫീലിയ ദിനം എന്നാണ്. ഹീമോഫീലിയ ദിനം എന്നാണ് ചോദ്യം. ഏപ്രിൽ 27 ആണ് കേട്ടോ. ഏപ്രിൽ 27 അല്ല, ഏപ്രിൽ 17. ഏപ്രിൽ 17 ആണ് ഹീമോഫീലിയ ദിനം കേട്ടോ. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനമാണ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്ന, ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന, ബ്ലീഡേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. അപ്പോൾ 15 ചോദ്യമാണ് നമ്മൾ എന്ത് ചെയ്തത് നോക്കിയത്. 15ൽ 15 കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സന്തോഷം എന്തായാലും പങ്കുവെക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷ ഇന്ന് 30-ാം തീയതിയാണ്. 31-ാം തീയതി വരെയാണ് നമുക്കിത് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഉടൻ തന്നെ അപേക്ഷിക്കാത്തവർ നിർബന്ധമായിട്ടും അപേക്ഷ അയക്കുക. അപേക്ഷ അയച്ചിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്യുക. പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഗൈഡൻസോട് കൂടിയ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കുറഞ്ഞ ചിലവിലുള്ള ഒരു പരിശീലനം നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 2000 രൂപയാണ്. ഇന്നലെ ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ആ ബാച്ചിൽ നമ്മളോടൊപ്പം ടീച്ചർക്കും എന്ത് ചെയ്യാം? പഠിച്ച് തുടങ്ങാം കേട്ടോ. തുടക്കക്കാർക്കും അതുപോലെ തന്നെ പഠിച്ച് ഒരുവിധമായി ഒന്ന് റിവിഷൻ ചെയ്താൽ മതി എന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു തുടക്കക്കാർക്കും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അല്ലേ, അഡ്വാൻസ് ലെവലായ ആളുകൾക്കും എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ ബേസ് മുതലുള്ള പഠനവും റിവിഷനും ഒക്കെയാണ് നമ്മളിവിടെ നൽകുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഓക്കെ, താങ്ക് യു.